വേദജ്യോതിഷത്തിൽ ബുധന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഗ്രഹങ്ങളുടെ രാജാവ് എന്നാണ് ബുധൻ അറിയപ്പെടുന്നത്. നിലവിൽ ബുധൻ ശനിയുടെ രാശിയായ കുംഭത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാർച്ച് 15-ാം തീയതി ബുധൻ കുംഭത്തിൽ വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കുന്നതാണ്. മാർച്ചിൽ ആരംഭിക്കുന്ന ഈ മാറ്റം ഏപ്രിൽ മാസം 4-ാം തീയതി വരെ നിലനിൽക്കുന്നതാണ്. സൗഭാഗ്യങ്ങളും അറിവിൻ്റെയും വിദ്യയുടെയും ഗ്രഹമാണ് ബുധൻ. അതിനാൽ ബുധന്റെ ഈ വക്രഗതി 12 രാശികളെയും 12 തരത്തിൽ ബാധിക്കുന്നതാണ്. എന്നാൽ 4 രാശിക്കാർക്ക് ബുധന്റെ ഈ സഞ്ചാരമാറ്റങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ശരിയായ വിധത്തിൽ പരിശ്രമിച്ചാൽ ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള സമ്പാദ്യവും മാർഗങ്ങളും ഇവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഭാഗ്യരാശിക്കാർ ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഈ ഒരു രാശിമാറ്റം വഴി സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരാണ്. ബുധന്റെ വക്രചലനത്തോടെ വൃശ്ചികം രാശിക്കാർക്ക് നേട്ടങ്ങൾ അനവധി ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ്. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടാകുന്നതാണ്. കഷ്ടകാലം ഈ രാശിക്കാരിൽ നിന്നും അകലുന്നതാണ്. ഈ രാശിക്കാരും അന്തസ്സും ശമ്പളവും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ മുന്നിൽ തെളിയുന്നതാണ്. ഇവർക്ക് പണത്തിനും സമ്പത്തിനും ക്ഷാമം വളരെയധികം കുറഞ്ഞിരിക്കും. സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ അകന്നുപോയി ജീവിതത്തിൽ സൗഭാഗ്യവർഷം വരുന്നതാണ്. കടം വീട്ടാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. യാത്രകൾ പലതും ചെയ്യാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുന്നതായിരിക്കും. പ്രത്യേകിച്ച് പങ്കാളിയുടെ താല്പര്യമനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനൊക്കെ സാധിക്കുമെന്ന് അർത്ഥം. രണ്ടാമത്തെ രാശിയാണ് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധയോടെ ജോലി ചെയ്യാനുള്ള യോഗം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പൂർത്തിയാകാത്ത പല ജോലികളും വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. സന്തോഷവും സമ്പാദ്യവും ഗണ്യമായി വർദ്ധിച്ചു വരുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ അനവധി ഈ രാശിക്കാരെ തേടി എത്തുന്നതാണ്. കഷ്ടകാലം ഇവരിൽ നിന്നും അകലുന്നതുമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗം ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കുറേ നാളുകളായിട്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ ആഗ്രഹിച്ചു നിന്നവർക്ക് അതൊക്കെ കിട്ടാനും ചെയ്യാനും ഒക്കെ സൗഭാഗ്യം വരുന്ന സമയമാണ്. കൂടാതെ വിസയൊക്കെ നോക്കി പുറത്തേക്ക് പോയി ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്കും വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും ഈ ഒരു ബുധന്റെ രാശിമാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ മാർച്ച് തൊട്ട് ഏപ്രിൽ വരെയുള്ള ഈ സമയത്ത് വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ വരുന്നതുമാണ്. മൂന്നാമത്തെ രാശിയാണ് കന്നി. ഈ രാശിക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഈ രാശിക്കാരെ തേടി എത്തുന്നതാണ്. കൂടാതെ കഷ്ടകാലം ഇവരിൽ നിന്നും അകലുന്നതാണ്. കന്നിരാശിക്കാർക്ക് ഉണ്ടായിരുന്ന ആ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അകന്നു പോകുന്നതാണ്. ജോലിസ്ഥലത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിരിക്കും. കാരണം ഇവർക്ക് ജോലിയിൽ പ്രമോഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കുറേ നാളുകളായിട്ട് പ്രമോഷൻ കാത്തു നിന്നവർക്ക് ഗവൺമെൻറ് സർവീസിലാണെങ്കിലും പ്രൈവറ്റ് സർവീസിലാണെങ്കിലും പ്രമോഷനും അതിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കും. അനുകൂലമായ പല വിധികളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് നിയമപരമായിട്ട് എന്തെങ്കിലും വിധികളുമായി കാത്തു നിൽക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അകലുന്നതാണ്. പുതിയ സ്ഥലം വാങ്ങാനും ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആ സ്ഥലത്ത് വീട് വയ്ക്കാനുള്ളൊരു സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും. അവസാനത്തെ രാശിയാണ് കുംഭം രാശി. കുംഭം രാശിക്കാരിൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പ്രശ്നങ്ങൾ ഈ രാശിക്കാരിൽ നിന്നും അകലുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. സൗഭാഗ്യങ്ങൾ ഇവരിൽ വർദ്ധിക്കുന്നതാണ്. കുംഭം രാശിയിൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ വിദ്യയിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും. വിദേശത്ത് പോകാനും വളരെയധികം നല്ല സമയമാണ് വരാൻ പോകുന്നത്.